അസ്സലാമു ഇന്ന് നമ്മൾ റേഷൻ പുഴുങ്ങല്ലരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് തേങ്ങയും പുഴുങ്ങല്ലരി ഉണ്ടെങ്കിൽ നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാം. മിക്സി ഒന്നും ഒട്ടും കേടുവരാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മൾ റേഷൻ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിന് ഒരു നാഴി എടുത്തിട്ടുണ്ട് കേട്ടോ അരി. ഇത് നമ്മൾ തലേ ദിവസം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ബൗളിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തലേ ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വെക്കാം. ഇപ്പോൾ രാവിലെ ഞാനിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ട അതാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് പാകത്തിന് ഇത് അരക്കാനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിക്ക് ഒരു കേടും വരില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അരക്കുമ്പോഴാണ് മിക്സിക്ക് കംപ്ലൈൻറ്റ് വരിക. ഇപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുങ്ങിക്കിടക്കാൻ തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ നേരം അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട, ഇതുപോലെ തരിതരിപ്പായിട്ട് മതിയാകും. ഇപ്പോൾ ഇത്രയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണിയോ അതല്ലെങ്കിൽ ഞാനിതുപോലെ ഒരു ഷാളിൻ്റെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കനം കുറച്ച് ഷാളിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. എത്ര വെള്ളം കൂട്ടിയാണോ നമ്മളെ മിക്സി കേടാവാണ്ട് അരക്കാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം കുറച്ച് അരച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മിക്സിക്ക് കേട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല ബ്രാൻഡിൻ്റെ മിക്സിയാണെന്ന് വെച്ചാൽ കേടുവരൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തരിതരിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കിഴിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നമ്മുടെ മാവ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്നും ഇതാക്കണ്ട, ഒന്നിങ്ങനെ കിഴിയാക്കിയിട്ട് പിഴി കൊടുക്കരുത്. ഇങ്ങനെ കിഴിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിതിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം ഒക്കെ നമുക്കിതിൽ ഇങ്ങനെ ഒഴിഞ്ഞ് മാറിപ്പോകും കേട്ടോ. ഇതേപോലെ ഒലിച്ചു പോകും. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തല വെച്ചിട്ട് തന്നെ ഞാനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടാൻ പറ്റുമെങ്കിൽ തൂക്കിയിടാം. ഇനി തൂക്കിയിടാൻ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഞാനൊരു വലിയ കത്തി വെച്ചിട്ട് ഒരു ഇടികല്ല് വെച്ച് കൊടുത്തിക്കുകയാണ് കേട്ടോ മേലെ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ജനലിൻ്റെ ഇവിടെ വെച്ച് കൊടുത്തിക്കുകയാണ്. അപ്പോൾ ഒറ്റി പോകും. നമുക്കൊരു അരമണിക്കൂറോളം ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലൊരു ഇടികല്ല് വെച്ച് കൊടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള എന്താ പണി ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയാം കേട്ടോ, ഇത് വേണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലെ തുറന്നെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് അധികം വേസ്റ്റായി പോകുമൊന്നുമില്ല കേട്ടോ തുണിയിലൊന്നും. അപ്പം ഇനി ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുക്കുകയും ചെയ്യാം. ഇനി ഇത് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വേറെ പൊടികളൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ വരില്ല. ഇത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ മറ്റേത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാക്കുമ്പോൾ ഒരുപാട് പൊടി ചേർത്തിട്ട് നമുക്ക് ഒരുപാട് പൊടിയൊക്കെ ചേർത്ത് കൂടുതലായി പോകും. അതൊന്നും വേണ്ടി വരില്ല. കണ്ടല്ലോ, ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും അതേപോലെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി അരച്ചെടുക്കുക. ഒരു 5 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. അതേപോലെ നമുക്ക് കൂടുതൽ വേറെ പൊടികളുടെ ആവശ്യമൊന്നും വരില്ല. ഞാനൊരു 1/2 കപ്പ് പൊടി
ആണ് എടുക്കുന്നത്. അരക്കപ്പ് നിറച്ച് എടുക്കണില്ല. കണ്ടല്ലോ, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടി മാത്രമാണ് കേട്ടോ നമുക്ക് വരണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തോടെയാണ് പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് റേഷൻ അരി വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് മുഴുവനായിട്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. കുറേ നേരം കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ഇതെല്ലാതും ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടാണല്ലോ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കില്ല. നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണ കൂടുതലായി പോകുമെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. നല്ല ടൈറ്റിലും അല്ല, എന്നാൽ നല്ല ലൂസിലും അല്ല കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്ന് ഓരോ ഉരുളാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്രണ്ട് വലുപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിതാ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഇതേപോലെ ഓരോ ഉരുള നമുക്ക് എടുക്കാം. ക്രാക്ക് വീഴൊന്നുമില്ല കേട്ടോ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഞാനൊരു എണ്ണ കവർ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കും ചെയ്യാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഈ കവറിൻ്റെ മേലെ ഇതും വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് സൈഡൊന്നും പൊട്ടിപ്പോകുമൊന്നുമില്ല. നല്ലതിൽ തന്നെ കിട്ടും. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്ര തിന്ന് മതി. കൂടുതൽ കനത്തിലും വേണ്ട, എന്നാൽ കനം കുറച്ചിട്ടും വേണ്ട കേട്ടോ. ഇതേപോലെ എടുക്കുക. പതിയെ അമർത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായോ നോക്കാം. ഇത്രയും എണ്ണ തന്നെ നമുക്ക് ബാക്കി ഉണ്ടാവും കേട്ടോ. ഞാൻ ഫുള്ള് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ നുണയല്ല പറയുന്നത്, സത്യമായിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തേത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്തി വരുമ്പോൾ നമുക്ക് ഇത് മേലേക്ക് വന്ന് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ അടിയിലാണ് കിടക്കുന്നത്. കണ്ടല്ലോ, ഇത് പൊന്തി വരുമ്പോൾ അത് മേലേക്ക് വരും. അപ്പോൾ എല്ലാതും ഇതുപോലെ പൊള്ളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു പുറം ഒന്ന് പൊള്ളിച്ച് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് ഒന്ന് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് വെറുതെ കഴിക്കാനാണ് നല്ല ഇഷ്ടം. ഇങ്ങനെ നെയ്പത്തൽ ഉണ്ടാക്കുമ്പോൾ ഇത് ചിക്കൻ കറിയുടെ ഒപ്പം ഏത് കറിയുടെ ഒപ്പം കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്കിത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് വെറുതെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കറിയുടെ ഒക്കെ ഇപ്പോൾ കഴിക്കാനാണെന്ന് വെച്ചാൽ ഇത്രയും മുരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. നല്ലോണം മുരിഞ്ഞിട്ട് നല്ല പൊള്ളച്ചും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല കേട്ടോ. ഈ ഒഴിച്ച എണ്ണ തന്നെ ഇത് ഫുള്ള് ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പതിയെ പൊന്തി വരും. എന്നിട്ട് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മുരിപ്പിച്ചെടുക്കണ്ടെങ്കിൽ മുരിപ്പിച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് സോഫ്റ്റിലും ഉണ്ടാക്കിയെടുക്കുക. ഞാനിതേപോലെ മുരിപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റിലത്തെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മളെ പാനിലുള്ള എണ്ണ നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ, നല്ലോണം അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റത്തെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ എണ്ണ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എണ്ണ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റേഷനരി ഒന്നും മേടിക്കാണ്ടിരിക്കേണ്ട. ഇതേപോലെ പത്തലുണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതൽ വേണമെന്നുള്ള പ്രയാസവും വേണ്ട, എണ്ണ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതേപോലെ പത്തലുണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് നമുക്ക് കറിയുടെ ഒപ്പം കഴിക്കാം, വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ആ എണ്ണ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്. ഞാനിത് ക്രിസ്പി ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്പി ആക്കണ്ടെങ്കിൽ ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആക്കി എടുത്തിട്ടും കറിയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.